കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഐക്യ 2-ന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കലൈക്കോട്ട ഇന്റർസോൺ കലോത്സവം ഏപ്രിൽ 16 മുതൽ 20 വരെയായി നടക്കും. കോട്ടക്കൽ ഫാറൂഖ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ചാണ് മേള ഒരുക്കുക. 5 ദിവസങ്ങളിലായി 5 വേദികളിൽ നടക്കുന്ന 106 ഇനം മത്സരങ്ങളിൽ 5936 വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ സോണൽ മത്സരങ്ങളിൽ 1-2 സ്ഥാനം നേടി യോഗ്യരായവരും അപ്പീൽ മുഖേന എത്തുന്നവരുമാണ് ഇന്റർസോൺ മത്സരത്തിൽ പങ്കെടുക്കുക. കലോത്സവത്തിന്റെ വിളംബരമോദി കഴിഞ്ഞ ദിവസം കോട്ടക്കൽ ടൗണിൽ മെഗാ ലോഗോ റിവീലിംഗ് നടന്നു. 15-ന് കോളേജിൽ വെച്ച് ഇൻഫ്ലുവൻസേഴ്സ് സംഘടിപ്പിക്കും. 16, 17 തീയതികളിൽ സ്റ്റേജ് ഇതര മത്സരങ്ങളും അന്നേ ദിവസം മുതൽ 20 വരെ സ്റ്റേജ് മത്സരങ്ങളും നടക്കും. 16-ന് രാവിലെ സ്റ്റേജ് ഇതര മത്സരങ്ങളുടെ ഉദ്ഘാടനം നടക്കും. 17-ന് രാത്രി 7-ന് കലോത്സവത്തിന്റെ ഉദ്ഘാടനവും നടക്കും. കലോത്സവത്തിന്റെ മുന്നോടിയായി വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നു വരുന്നത്. മത്സരാർത്ഥികൾക്ക് താമസിക്കാനായി ഫാറൂഖ് കോളേജും മാനേജ്മെന്റിന് കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മത്സരാർത്ഥികൾക്ക് മുഴുവൻ വിവരങ്ങളും ലഭ്യമാവുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കും. ഒരേ സമയം 500 പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന പന്തലാണ് കലോത്സവ നഗരിയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇന്റർസോൺ കലോത്സവം നമ്മുടെ കോട്ടക്കൽ ഈ വരുന്ന 16-ാം തീയതി മുതൽ 20-ാം തീയതി വരെ നടക്കുകയാണ്. കലൈക്കോട്ട എന്ന പേരിലാണ് ഈ ഏറ്റവും വലിയ കലോത്സവം കോട്ടക്കൽ നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഈ പ്രസ് മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. ഈ 5936ഓളം കുട്ടികൾ പാർട്ടിസിപ്പൻസ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. 5 ജില്ലകളിലായിട്ടുള്ള കുട്ടികൾ അവിടെ മത്സരിച്ചിട്ടുള്ള സീസണിൽ മത്സരിച്ചിട്ടുള്ള 1-2 ഫസ്റ്റും സെക്കൻഡും കിട്ടിയ, അതുപോലെ തന്നെ നമ്മളെ അപ്പീലിലൂടെ വന്നിട്ടുള്ള കുട്ടികളാണ് ഇവിടെ മാറ്റൊരുക്കുന്നത്. ഏറ്റവും നല്ല ഒരു കലോത്സവമായിരിക്കും കോട്ടക്കൽ ഫാറൂഖിൽ നടക്കുന്നത് എന്നുള്ളത് തന്നെ നമുക്ക് ഈ പരിപാടിയുടെ മാറ്റുകൂട്ടുന്നു. കേരളത്തിലെ അല്ലെങ്കിൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു കലോത്സവമാണ് ഈ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇന്റർ കലോത്സവം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ചെയർപേഴ്സൺ ഉണ്ട്, ഇവിടെ ജനറൽ കൺവീനറുണ്ട്, സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളുണ്ട്, പർപ്പൂർ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ട്, പ്രിൻസിപ്പാൾ അടക്കം അടങ്ങുന്ന ആളുകളെ ഇതിൻ്റെ സ്വാഗത സംഘവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇതിന് നേതൃത്വം വഹിക്കുന്നുണ്ട്. 16-ാം തീയതി മുതൽ 20-ാം തീയതി വരെ നടക്കുന്ന കോട്ടക്കൽ ഫാറൂഖിൽ വെച്ച് നടക്കുന്ന നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇന്റർസോൺ കലോത്സവം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങളായിട്ട് ഇവിടെ കുറച്ചധികം ദിവസങ്ങളായി, അല്ലെങ്കിൽ അതിൻ്റെ പ്രഖ്യാപനം വന്നത് മുതൽ ഇവിടെ ഓരോ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോട്ടക്കൽ കോളേജിൻ്റെ ഫാറൂഖ് കോളേജിൻ്റെ പല ഭാഗത്ത് എടുത്ത് നോക്കിയാലും അതിൻ്റെ ഓരോ ഒരുക്കങ്ങളായിട്ട് ഡെക്കറേഷൻ അടക്കം കുട്ടികൾ വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോന്ന് പൂർത്തീകരണത്തിന് എത്തിയിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റേജിൻ്റെ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും 16-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വലിയൊരു ഉത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാൻ വരുന്ന ആൾക്കാർക്കും ഒക്കെയുള്ള പാർക്കിങ്ങിൻ്റെ സൗകര്യം എന്ന് പറയുന്നത് ഈ ക്യാമ്പസിലേക്ക് കടക്കാതെ ഇതിന് പുറത്ത് ഞങ്ങൾ മതിയായ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാറുകൾക്കൊക്കെ നമ്മൾ UP സ്കൂളിൻ്റെ വിശാലമായ ഗ്രൗണ്ട് ഒരുക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് 1 വേ ആയിട്ട് ആ കാറുകളെത്തി അവിടുന്ന് തിരിച്ച് നമുക്ക് പറപ്പൂർ വീണാൽക്കൽ ആ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളാണുള്ളത്. ഇവിടെ നിന്ന് മിനി റോഡിൽ നിന്ന് വരുന്ന സ്കൂട്ടറുകളും അതേപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളുമൊക്കെ നമ്മുടെ എജു മാപ്പിൻ്റെ തൊട്ടടുത്തുള്ള 2-3 ഗ്രൗണ്ടുകൾ അതിനു വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പിന്നെ കോളേജിൻ്റെ ഈ ഗ്രൗണ്ടിൽ തന്നെ തൊട്ടടുത്ത് മേലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അതിനു വേണ്ടി സ്കൂട്ടറുകൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംഘാടക സമിതി ചെയർമാനും കോട്ടക്കൽ മുനിസിപ്പൽ ചെയർപേഴ്സണുമായ KK നാസർ, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ PK ഷിഫാന, ജനറൽ സെക്രട്ടറി സുഫിയാൻ വില്ലൻ, സംഘാടക സമിതി ഭാരവാഹികളായ പറപ്പൂർ പഞ്ചായത്ത് അധ്യക്ഷൻ മുഹമ്മദ് പറമ്പത്ത്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ M അബ്ദുൽ അസീസ്, പരവയ്ക്കൽ ഉസ്മാൻകുട്ടി, T കുഞ്ഞു, തൈക്കാടൻ ഹനീഫ, VA വഹാബ്, TP മുജീബ്, സഫ്വാൻ പത്തിൽ, കോളേജ് യൂണിയൻ ചെയർമാൻ അഹമ്മദ് ജാസിർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടക്കൽ. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.